അപ്പോൾ നമുക്ക് ഗുരുവായൂർ വീഡിയോയുടെ പാർട്ട് 2 കണ്ടാലോ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. അച്ഛനും മക്കളും എല്ലാം നല്ല സുന്ദരന്മാരായിട്ടായിരുന്നു ഇറങ്ങിയത്. മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതാണ് എൻ്റെ അച്ഛൻ. എന്നെ എന്തോ കുറ്റം പറയാൻ തോന്നുന്നു നോക്കിയിട്ട്. ഞാനും അച്ഛനും മാച്ചിങ് ആയിരുന്നു. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്സ് എടുത്തായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ണനുണ്ണി ഗുരുവായൂർ വന്നപ്പോഴത്തേക്ക് അങ്ങ് കിടന്നവിടെ. ചെറുക്കനെ അങ്ങ് തുറന്നു വിട്ട ഒരിതായിരുന്നു അവന്. ഭയങ്കര ഓടിക്കളിയൊക്കെ ആയിരുന്നു. ഉണ്ണിക്കണ്ണൻ പിന്നെ അത്രയൊന്നും ആയില്ലെങ്കിലും രണ്ടെണ്ണവും നല്ല കുരുത്തക്കേടുണ്ടായിരുന്നു. അമ്മുമ്മയും അപ്പനും അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ്. രണ്ട് കണ്ണന്മാരും ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവന്മാർക്ക് ചുറ്റും ആൾക്കാരായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് കണ്ണനെ കണ്ട് തൊഴുതിറങ്ങി. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് പാസ് ഒപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാതെ ഞങ്ങൾ നന്നായിട്ട് തൊഴുത്. പിന്നെ ആനയുടെയൊക്കെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾ മെയിനായിട്ടും ഗുരുവായൂർ വന്നത് പിള്ളേർക്ക് അപ്പൂപ്പൻ്റെ അമ്മയുടെയും കൂടി ഇരുത്തി ചോറ് കൊടുക്കാനായിട്ടായിരുന്നു. അങ്ങനെ അത് നന്നായിട്ട് നടന്നു. അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. നന്ദുവിൻ്റെ ഈ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര രൂപ പൊടിഞ്ഞിട്ടുണ്ടെന്ന്. പാവം എൻ്റെ നന്ദു എനിക്കെല്ലാം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ട്രെയിൻ കയറി. നല്ല ഉറക്കപ്പിച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ടാറ്റാ.